ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? ഞാൻ അത്രയും വെയിറ്റ് ചെയ്തിരുന്ന, ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു മൂവി. 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതും ഒരു ഐലൻഡ് സർവൈവൽ ത്രില്ലർ. നിങ്ങൾ ഈ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇതെങ്ങനെയുള്ള ഒരു മൂവിയാണെന്ന്. പക്ഷേ ഈ മൂവിയുടെ ക്ലൈമാക്സ് പറയാതിരിക്കാൻ വയ്യ, ഒരു ഒന്നൊന്നര ക്ലൈമാക്സ് ആണ്. കൂടാതെ മൂവിയും തുടങ്ങിക്കഴിഞ്ഞ് പകുതി കഴിയുമ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള രീതിയിൽ നമ്മൾ ത്രില്ലടിപ്പിച്ചിരുത്തും. ഇതിന്റെ ഡയറക്ടർ ആരാണെന്നറിയോ? സാം റെയ്മി. ദി ഡെവിൽ ഡെഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ, ആ മൂവി ചെയ്ത ഡയറക്ടറാണ്. എവിൽ ഡെഡ് തന്നെ മതി ആ ഡയറക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. ഓക്കെ, ഈ ഒരു മൂവിയുടെ വൺ ലൈനിലേക്ക് വരുമ്പോൾ 7 വർഷമായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഹീറോയിൻ. അതേ കമ്പനിയിലെ പുതുതായിട്ട് വന്ന ഒരു ബോസ്. ആ ബോസ് കാരണം ഹീറോയിന്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പക്ഷെ അവൾക്ക് ഒരവസരം കൊടുക്കുന്നു. ആ ബോസിനോടൊപ്പം ഫ്ലൈറ്റിൽ സഞ്ചരിക്കണം. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു അപകടം സംഭവിക്കുന്നു. അങ്ങനെ തകർന്ന വിമാനം നേരെ കടലിലേക്ക് വന്ന് വീഴുന്നതും കണ്ണ് തുറക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഒരു ഐലൻഡിലാണ് വന്ന് പെടുന്നത്. ഇപ്പൊ അവിടെ നിന്ന് രണ്ടുപേർക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. പക്ഷെ അതിനുശേഷം ആ ഐലൻഡിൽ ഇവർ രണ്ടുപേരും എത്തിയതിനു ശേഷം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം എന്താണ് എന്നാണ് ഈ മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഇത്രയും തന്നെ ഇൻട്രോയിൽ പറയുമ്പോൾ ഈ മൂവിയുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ് കാണിക്കുന്നത്. അവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക. അവളുടെ പേര് ലിൻഡ എന്നാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് അവൾ ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഇതാണ് ഈ കമ്പനിയിലെ മാനേജർ. എന്താ ലിൻഡ, ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലിൻഡ തീർക്കാതിരിക്കോ? അവള് ജോലിയെല്ലാം തീർത്തിട്ട് അടുത്ത വർക്കിനായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മാനേജർ പറയും, ശരി ഞാൻ എന്തായാലും ഇത് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആ ഫയലുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ലിൻഡയും പുറകെ പോകാനായിട്ട് വരും. അപ്പോൾ അവൻ പറയും, അല്ല നീ എവിടേക്കാ പോകുന്നേ? അവിടെ ഒരുപാട് ആളുകളുണ്ട്. നിന്റെ ഫയലിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടില്ലേ? അത് വെണ്ടയ്ക്കാശരത്തിലെ. അതുകൊണ്ട് അവരെന്തായാലും കാണും. ഞാൻ നിന്റെ ഫയലായിരിക്കും ആദ്യം കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ നിന്ന് പോകുന്നതും സത്യം പറയാലോ, അവൻ എന്തുകൊണ്ടാണ് ഹീറോയിനെ കൊണ്ടുപോകാതിരിക്കുന്നതെന്ന് വെച്ചാല് അവൾ തയ്യാറാക്കിയ ആ ഒരു റിപ്പോർട്ട് അവൻ ശരിയാക്കിയതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതും അവരുടെ മുന്നിലേ. അപ്പൊ ഇത് കണ്ട് സംശയിച്ച നമ്മുടെ ഹീറോയിൻ അവന്റെ പിറകെ തന്നെ ആ റൂമിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവള് വിചാരിച്ചതുപോലെ തന്നെയാണ്. ആ റൂമിനകത്ത് കയറുമ്പോൾ തന്നെ അവളുടെ പേര് അതിൽ നിന്ന് മാറ്റിയിട്ട് ഇത് അവൻ തയ്യാറാക്കിയതുപോലെ ആ റിപ്പോർട്ട് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഇത് കണ്ട ലിൻഡയ്ക്ക് എങ്ങനെയുണ്ടാവും? പക്ഷെ അവളത് വലിയ കാര്യമാക്കുന്നില്ല. കാരണം അവൾക്കറിയാം ഇത്രയും കൊല്ലം ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ലിൻഡയ്ക്ക് എന്തായാലും പ്രമോഷൻ കിട്ടുമെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ലിൻഡയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളൊരു വീട്ടിലെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കൂടെയുള്ളത് ഒരു ചെറിയ കിളിയും. ഇപ്പൊ ആ ഒരു കിളിയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിയിലെ ബോസ് മരിച്ചുപോയി. നാളെ വരാൻ പോകുന്നത് ബോസിന്റെ മകനാണ്. അവൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. എന്റെ വാല്യൂ എന്താണെന്ന് അവന്റെ അച്ഛന് നല്ലതുപോലെ അറിയാം. എനിക്ക് അദ്ദേഹം വാക്ക് തന്നതാണ്. അതുകൊണ്ട് അടുത്ത വൈസ് പ്രസിഡന്റ് അത് ഞാനാണെന്നെല്ലാം ലിൻഡ ആ ഒരു സന്തോഷത്തിൽ ഈ കിളിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആ കിളിയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവൾ കാണുന്നത് ഈ സർവൈവൽ പ്രോഗ്രാം ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ ആ ഒരു സർവൈവൽ പ്രോഗ്രാം എല്ലാം കണ്ടതിന് ശേഷം ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവരുടെ കമ്പനിയിലേക്ക് അവരുടെ പുതിയ ബോസ്, പഴയ ബോസിന്റെ മകനുണ്ടല്ലോ, അവൻ ഇപ്പോൾ വരികയാണ്. എന്നിട്ട് ആ ഒരു കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളെല്ലാം കണ്ടിട്ട് അവൻ അങ്ങനെ നടന്നു വരുമ്പോൾ ഇവന്റെ പേര് ബ്രാഡ്ലി എന്നാണ്. നമുക്ക് എന്തായാലും ബ്രാഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് കാണുന്ന ലിൻഡയ്ക്കാണെങ്കിലോ അത്രയും സന്തോഷമായി. ഇവൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്റെ പ്രൊമോഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് പെട്ടെന്നെടുത്ത് ടേബിളിലേക്ക് വെച്ച് എഴുന്നേൽക്കുമ്പോൾ അവളുടെ ചുണ്ടിലത് പറ്റിയിരിപ്പുണ്ട്. എന്നിട്ട് അവന്റെ മുന്നിലേക്ക് ചാടി വന്ന്, ഹേ ബ്രാൻഡ്, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, എന്നെ അറിയത്തില്ലേ? നിന്റെ അച്ഛൻ അന്നും പറഞ്ഞു അടുത്ത വൈസ് പ്രസിഡന്റ് എന്നെ ആക്കാന്ന്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ ചുണ്ടിൽ പറ്റിയിരിക്കുന്നതെല്ലാം കണ്ടിരുന്നു. പക്ഷെ അത് കാണിക്കാതെ അറിയാം എന്നെല്ലാം പറഞ്ഞ് കുറച്ച് അക്വേർഡായിട്ട് തോന്നിയിട്ട് നിങ്ങളെപ്പോലെയുള്ള ജോലിക്കാരെ നമ്മുടെ കമ്പനിയിൽ ആവശ്യമാണെന്നെല്ലാം പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പൊ ഓഫീസിനകത്ത് കയറിയതിന് ശേഷമാണ് ബ്രാൻഡിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ഇപ്പൊ ബ്രാൻഡിന്റെ കൈ കാണുമ്പോൾ അവന്റെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ കഴിച്ച ആ ഒരു ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് പറ്റിയിരിപ്പുണ്ട്. ഈവൻ അടുത്ത് നിൽക്കുന്ന ആ ഒരാളുടെ അടുത്തേക്ക് ഇത് നീട്ടിയിട്ട് ഇത് മണപ്പിച്ച് നോക്കാൻ പറയും. അയാൾ ആദ്യം ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല അത് കഴിയത്തില്ല, നീ അത് ചെയ്യാൻ പറയുമ്പോൾ അയാൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അയാൾ മണത്ത് നോക്കിയിട്ട് ഇതെന്ത് ഫുഡാണെന്ന് നോക്കുമ്പോൾ ട്യൂണ ഫിഷ് ആണെന്ന് പറയും. ഇതുപോലെയുള്ള ഫുഡാണോ ആ പെണ്ണ് കഴിക്കുന്നത്? ഇങ്ങനെയുള്ള സ്ത്രീകളെല്ലാം കുറച്ച് മാറ്റി നിർത്തണം എന്നവൻ പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവന്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു അസിസ്റ്റന്റ് ബ്രാൻഡിനോട് പറയും, സാർ അവളുടെ പേര് ലിൻഡ എന്നാണ്. അവളെയാണ് ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് നിങ്ങളുടെ അച്ഛൻ സെലക്ട് ചെയ്തത്. അതുമല്ല മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അവൾ നമുക്ക് എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലിൻഡ
തന്റെ ഡെസ്കിൽ ഇരുന്നിട്ട് ഓഫീസ് റൂമിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഡ് ആണെങ്കിലോ ആ മാനേജറുമായിട്ട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു. അവൾ വിചാരിക്കും എന്തായാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബോസ് ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലിൻഡയുടെ പിറകിലിരിക്കുന്ന മറ്റൊരു പെണ്ണ് ഒരു മെയിൽ റെഡിയാക്കുന്നുണ്ട്. അതെന്താണെന്ന് ഹീറോയിനോട് പറയുന്നു. വേറൊന്നുമല്ല, അടുത്ത വൈസ് പ്രസിഡന്റ് ഇപ്പൊ പോയി ഒരു മാനേജർ ഉണ്ടല്ലോ അവനാണെന്ന്. അപ്പോൾ ഹീറോയിന് പെട്ടെന്ന് അതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, അവനാണ് അടുത്ത വൈസ് പ്രസിഡന്റ്. ഇത് കാണുന്ന ലിൻഡയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ തന്റെ ഉള്ളിലുള്ള മൊത്ത ദേഷ്യവും അതേപോലെ തന്നെ സങ്കടവും എല്ലാം ഉള്ളിലൊതുക്കി അവൾ പെട്ടെന്ന് തന്നെ ബ്രാൻഡിനെ കാണാൻ വേണ്ടി അവന്റെ മുറിയിലേക്ക് ചെല്ലാണ്. അവനാണെങ്കിലോ വേറൊരു പെണ്ണുമായിട്ട് മീറ്റിംഗിലാണ്. ഇപ്പോൾ ലിൻഡ പറയും, ഇല്ല എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് അവനോട് വന്ന് കാര്യം ചോദിക്കും. അപ്പോൾ ബ്രാൻഡ് പറയും, ഓക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ആ ഒരു മാനേജറിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത്. നിന്നെ സെലക്ട് ചെയ്തതിന്റെ കാരണം എന്താണെന്നറിയോ? നോർമലായിട്ട് വർക്ക് മാത്രമേ നല്ലതുപോലെ നോക്കിയാൽ പോരാ, എല്ലാവരോടും നല്ല ജോളിയായിട്ട് ചിരിച്ചു കളിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരിക്കണം. പക്ഷേ മറ്റുള്ളവരോട് സംസാരിച്ച് നിനക്ക് എങ്ങനെ നമ്മുടെ കമ്പനിക്ക് ഒരു മാറ്റം കൊണ്ടുവരുത്താൻ കഴിയും? അതൊരിക്കലും കഴിയത്തില്ല. നീ വർക്കിൽ മാത്രം പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല അവനിപ്പോ പറയുമ്പോൾ, ഇപ്പോൾ കമ്പനിക്ക് എന്താണ് ആവശ്യം അത് മാത്രമല്ലേ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ബ്രാൻഡ് പറയും. ഇത് കേൾക്കുന്ന ഹീറോയിനെ അവൾ രാത്രിയും പകലൊന്നുമില്ലാതെ 7 വർഷത്തോളം ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തു. ഇപ്പൊ അവസാനം അവൾക്ക് കിട്ടേണ്ട ആ ഒരു സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഹീറോയിന് കരയാനും തോന്നുന്നുണ്ട്, പക്ഷെ കരയാനും കഴിയുന്നില്ല. ആ അവസ്ഥയിലിരിക്കുമ്പോൾ അവൻ പറയും, ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അവസരം തരാം, അപ്പൻഡീസ് ഡി, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. അതുപോലെ ഞാൻ ബാങ്കോക്കിലേക്ക് പോവാണ്, എന്നോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കും. അപ്പോഴാണ് അതിനകത്തേക്ക് മറ്റൊരു പെണ്ണ് കയറി വരുന്നത്. ഹേ ഡാർലിംഗ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അവന്റെ ഫിയാൻസിയാണ്. അപ്പൊ അവളെയും നമ്മുടെ ഹീറോയും പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എഴുന്നേറ്റ് പോകുമ്പോൾ ബ്രാഡ് അവളെ വിളിച്ചെടുത്തിട്ട് പറയും, അല്ല ലിൻഡ, നിന്റെ ടേബിളിനടുത്ത് നല്ല സ്മെല്ലുണ്ട്, ആഹാരം കഴിക്കേണ്ട പ്രത്യേക സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി കഴിച്ചൂടെ, മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാതെ എന്ന് ഈ ഫിയാൻസിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് അതും അപമാനിക്കുന്ന രീതിയിൽ. എങ്ങനെയുണ്ടാവും? കരച്ചിലും വരുന്നുണ്ട്, പക്ഷെ കരയാൻ കഴിയാതെ അവൾ എല്ലാവരുടെയും മുന്നിലൂടെ നടന്നു വരുന്നു. അവളിപ്പോ മനസ്സിൽ പറയുന്നുണ്ട്, ഇല്ലില്ല കരയരുത്, ഒരിക്കലും കരയരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ കാറിനടുത്തേക്ക് വരും. അങ്ങനെ കാറിനകത്തേക്ക് കയറിയിട്ടാണ് അവൾ പറയുന്നത്, നിനക്കിത് ആവശ്യമാണ്, അത്രയും കഷ്ടപ്പെട്ട് നീ ജോലി ചെയ്തല്ലേ, നിനക്കിത് തന്നെ വേണം എന്ന് അവളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ തന്റെ ഡ്രസ്സിംഗ് എല്ലാം മാറ്റിയിട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് നേരെ എയർപോർട്ടിലേക്ക് വരികയാണ്. എന്തിനാന്ന് വെച്ചാൽ ബ്രാഡ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അവളെ ഇതുപോലെ കൊണ്ടുപോവാന്ന്. അവൾ ആ ഒരു അപ്രന്റീസ് ഡി അത് ക്രാക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നും കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവനത് വെറുതെ പറഞ്ഞതാണ്. ലിൻഡ അത് കാര്യമൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഇവരോട് വന്ന്, ഹേയ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടുള്ള ജോളി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, എന്നെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞിട്ട് അവളുടെ ആ ഒരു രീതി തന്നെ മാറ്റി തന്റെ പ്രൊമോഷന്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ ഇവരോട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. പക്ഷേ ബ്രാഡിനാണെങ്കിലോ ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവളെയും കൂടെ കൊണ്ടുപോകണോ എന്നുള്ളൊരു ചിന്തയാണ് അവന്റെ മനസ്സിൽ. പക്ഷെ വേറെ വഴിയില്ല, അതുകൊണ്ട് അവളെയും ഫ്ലൈറ്റിൽ കയറ്റി. അങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് മുകളിലേക്ക് പോവാണ്. ഇപ്പോൾ ഫ്ലൈറ്റിനകത്ത് കാണിക്കുമ്പോഴാണ് ബ്രാഡ് അതേപോലെ തന്നെ അവന്റെ സുഹൃത്ത് ആ ഒരു മാനേജർ ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഹീറോയിൻ ആണെങ്കിലോ അവർ പറഞ്ഞതുപോലെ ആ ഒരു അപ്രന്റീസ് ഡി അവരുടെ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ജോലി എങ്ങനെയെങ്കിലും തീർക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലും. അപ്പോഴാണ് ആ ഒരു മാനേജര് നമ്മുടെ ബ്രാഡിനോട്, സാർ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവന്റെ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ഈ സർവൈവൽ പ്രോഗ്രാം കാണുമല്ലോ, അപ്പൊ ആ ഒരു പ്രോഗ്രാം പോലെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അതും അവിടെയുള്ളൊരു പാർക്കിൽ വെച്ചിട്ട് ഇവർക്ക് കാണുമ്പോൾ അത് വലിയ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അവൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇവർ കണ്ട് പരസ്പരം ചിരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ തന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് എല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് ഇവർ ചിരിക്കുന്നത് പോലെ അവളങ്ങനെ ഹെഡ്സെറ്റ് ഊരിട്ട് ശ്രദ്ധിക്കുമ്പോൾ അത് അവളുടെ ശബ്ദമാണ്. എന്താണെന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരെല്ലാവരും അവളെ നോക്കി ചിരിക്കുന്ന ആ ഒരു കാര്യം കണ്ട് അവളുടെ മനസ്സങ്ങ് തകർന്നു പോവും. അപ്പൊ ഇത്ര അപമാനത്തിലും ഇനി ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് വരെ അവൾ ചിന്തിച്ച്. സത്യം പറയല്ലോ, ഹീറോയിന്റെ മുഖം കാണുമ്പോൾ കാണുന്ന നമുക്ക് വരെ വിഷമായി പോവും. ഉടനെ തന്നെ അവൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വർക്ക് അവൾ ഒരിക്കലും സേവ് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ആ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ അത് ഷേക്ക് ആവുന്നു. അപ്പോൾ പൈലറ്റ് വെട്ടുന്ന എല്ലാവരോട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു സീറ്റ് ബെൽറ്റ് എടുത്ത് ധരിക്കും. അതേപോലെ തന്നെ ബ്രാഡും. പക്ഷെ ബാക്കിയുള്ളവരാരും സീറ്റ് ബെൽറ്റ് ധരിക്കത്തില്ല, അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാണ്. അപ്പോൾ ഹീറോ പെട്ടെന്ന് ചിരിച്ചിട്ട്, ഹേയ് ഇതുപോലുള്ള ചെറിയ കാര്യത്തിന് നിങ്ങൾ പേടിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആരാ സാർ പേടിക്കുന്നത്, ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയുന്ന ആ സമയത്ത് തന്നെ വീണ്ടും ഈ ഫ്ലൈറ്റ് ഷേക്ക് ആവുന്നുണ്ട്. അതിൽ എല്ലാവരും തെറിച്ച് മുകളിലേക്ക് വന്ന് ഇടിച്ച് അവരങ്ങനെ താഴെ വീഴുന്നതും ഇവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഹീറോ ആണെങ്കിലോ പേടിച്ച് ശബ്ദം വയ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ കാണിക്കുമ്പോഴാണ് ആ ഫ്ലൈറ്റിന്റെ എഞ്ചിനിലാണ് എന്തൊരു പ്രശ്നമുള്ളത്. അതുമല്ല ഉള്ളിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതിരുന്നവരാണെങ്കിലോ ഈ കുലുക്കം കാരണം അവിടെ ഇവിടെയെല്ലാം ഇടിച്ച്
അവസാനം ഈ ഫ്ലൈറ്റിന്റെ ജനാലകൾ ഓരോന്നായിട്ട് തകരാൻ തുടങ്ങുന്നു. അങ്ങനെ അതിലുള്ളൊരു എംപ്ലോയി പെട്ടെന്ന് പറന്നങ്ങ് പോകുന്നതും ഇപ്പൊ അവര് മാനേജർ ഉണ്ടല്ലോ, അവൻ അതിൽ വെളിയിൽ പോവാതെ തൂങ്ങിക്കിടക്കാണ്. പ്ലീസ് എന്നെ സഹായിക്കെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കാലിൽ പിടിച്ചാണ് കിടക്കുന്നത്. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ പാവോലെ എന്ന് വിചാരിച്ച് അവനെ വലിച്ചടുത്തേക്ക് എടുക്കും. വലിച്ചടുത്തേക്ക് എടുക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയോ, അവളുടെ ആ ഒരു സീറ്റ് കൊടുക്കാനായിട്ട്. കാരണം അവൻ അതിലിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനൊരിക്കലും തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിന്റെ കഴുത്തിൽ തന്നെ അവൻ പിടിച്ചിട്ട് ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ അത്രയും ഇന്റൻസ് ആയിട്ട് ഒരാളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അയാളിപ്പോൾ കൊല്ലാൻ വരെ ശ്രമിക്കുന്നു. അവസാനം ഹീറോയിൻ തന്റെ കയ്യിൽ കിട്ടിയ ഒരു സ്പൂൺ എടുത്ത് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത് ആ ഒരു മാനേജർ പറന്നങ്ങ് പോവും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫ്ലൈറ്റ് നിയന്ത്രണമില്ലാതെ നേരെ കടലിലേക്ക് വന്ന് പതിക്കുകയാണ്. ഇപ്പൊ കടലിലേക്ക് പതിച്ച ഉടനെ തന്നെ ആ ഫ്ലൈറ്റിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അവളുടെ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അഴിച്ചെടുത്ത് അവൾ മുകളിലേക്ക് നീന്തി കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ വെള്ളം നിറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും അവൾ നീന്തി വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നിങ്ങനെ കിടക്കുമ്പോൾ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ബഹളം വെച്ചാലും ആരും രക്ഷിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ദൂരെ നിന്ന് നമുക്ക് കാണിച്ചു തരുമ്പോഴാണ് കുറച്ചകലെയായിട്ട് ഒരു ദ്വീപുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ദ്വീപിന്റെ കരയിലെത്തി. ഇപ്പോൾ തിരമാലകൾ അടിക്കുമ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ എത്തിയിരിക്കുന്ന ഒരു ദ്വീപിലാണ്. അതും വളരെ വലിയൊരു ദ്വീപ്. ചുറ്റിനും ആരുമില്ല. ഇനിയിപ്പോൾ എത്ര നടന്നാലും ആരെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കണം. അതിനുവേണ്ടി ഹീറോയിൻ അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ബ്രാഡ് ഉണ്ടല്ലോ, ആ ഒരു അഹങ്കാരിയായിട്ടുള്ള ബോസ്, അവൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഹീറോയിൻ അവനെ വിളിച്ചു നോക്കാണ്. പക്ഷെ അവൻ കണ്ണു തുറക്കുന്നില്ല, മയങ്ങി കിടക്കാണ്. അപ്പോഴാണ് അവന്റെ കാല് നോക്കുമ്പോൾ കാലിന് നല്ല പൊട്ടലുണ്ട്. അങ്ങനെ അവനെ വലിച്ചെടുത്ത് ഒരു തെങ്ങിന്റെ ചുവട്ടിലായിട്ട് കിടത്തി ഈ തണലിന് വേണ്ടി ഓല കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ലിൻഡയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ ഒരു സർവൈവൽ പ്രോഗ്രാം എല്ലാം കാണുന്നത് കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവൾ ഒരിക്കലും പേടിക്കത്തില്ല. അതെങ്ങനെ ചെയ്യണമെന്നുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാം. അതുകൊണ്ട് അവൾ ആദ്യം ചെയ്യുന്നത് ഒരു കല്ലെടുത്ത് മറ്റൊരു കല്ലിടിച്ചിങ്ങനെ പൊട്ടിക്കുകയാണ്. കാരണം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു കല്ല് പൊട്ടിയിട്ട് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം എടുത്ത് വാഴയില അതേപോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഈ തണലിന് വേണ്ടി അവന്റെ മുകളിലേക്ക് വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഇലകൾ എടുത്തുകൊണ്ട് വന്ന് ഈ ചിരട്ട താഴെ മണ്ണിൽ കുഴിച്ചു വെച്ച് അതിന് ചുറ്റുമായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കാനുള്ള കാരണവും കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന വെള്ളമെല്ലാം കറക്റ്റ് ഈ ചിരട്ടയിലേക്ക് വന്നിറങ്ങും. അതുമല്ല മഴയിൽ നിന്ന് സർവൈവ് ചെയ്യുന്നത് അവൾ ഉണ്ടാക്കിയ ആ ഒരു ചെറിയ കുടലില്ലേ. ബ്രാഡ് കണ്ണു തുറക്കുമെന്ന് നോക്കുമ്പോൾ അവൾ കണ്ണ് തുറക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴാണ് നമ്മുടെ ബ്രാഡ് കണ്ണു തുറക്കുന്നു. ഇപ്പോൾ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ചിരട്ടകളുണ്ടല്ലോ, അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു വെള്ളമാണ് അവൾ ചെന്ന് കുടിക്കുന്നത്. ഇത് കാണുന്ന ഹീറോ ഇതെന്തൊരു സ്ത്രീയാണെന്നെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അവന് നല്ല ദാഹമുണ്ട്. അതുപോലെ ചുറ്റിനെ നോക്കുമ്പോൾ ഒരു ദ്വീപിലാണെന്ന് അവൻ മനസ്സിലായി. അങ്ങനെ അവള് ആ ചിരട്ടയിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവന് കൊടുക്കും. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അല്ല നമ്മളിപ്പോ എവിടെയാ? ഹീറോയും പറയും ഇതുപോലെ ഒരു ദ്വീപിലാണ്. അല്ല അപ്പൊ എന്റെ സുഹൃത്തുക്കളോ? അവരെല്ലാവരും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും എന്നെ രക്ഷിച്ചതില് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചെയ്യാൻ പോകുന്നത് സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം തന്നെ തീ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ ഒരു തടിയില് ഈ മരത്തിൽ നിന്ന് ചീളിയെടുത്ത ആ ഒരു പഞ്ഞിയുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് അതെങ്ങനെയെങ്കിലും പരസ്പരം ഒരച്ചൊരച്ചൊരച്ച അവസാനം തീ കത്തിക്കുന്നു. ഇപ്പൊ ആ ഒരു തീ കത്തി പിടിക്കുമ്പോഴത്തേക്കും അവളുടെ സന്തോഷം കാണണം. എന്തോ ഒരു വലിയ കാര്യം സാധിച്ചതുപോലെയാണ് അവളിപ്പോൾ പെരുമാറുന്നത്. എനിക്ക് തോന്നുന്ന ആ ഒരു കമ്പനിയിലെ ജോലി കിട്ടിയാൽ പോലും അവൾ ഇത്രയും നല്ല രീതിയിൽ സന്തോഷിക്കത്തില്ലാന്ന്. എന്നിട്ട് അവൾ പിടിച്ചുകൊണ്ടുവന്ന മീനുണ്ടല്ലോ, അതെല്ലാം ചുട്ടിട്ട് അതങ്ങനെ കൊണ്ടുവന്ന് ഹീറോയ്ക്കാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കരിച്ച മീനൊക്കെ ആയതുകൊണ്ട് അവന് തിന്നാൻ തന്നെ കഴിയുന്നില്ല. അവൻ പറയും എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ ഹീറോയും പറയും ഇല്ല, ഇത് നിങ്ങൾ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രാത്രിയാവുന്നു. ഇപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മുടെ ഹീറോയിൻ കുറച്ച് മാറിയിരുന്ന് കടലിലേക്ക് നോക്കി. അവൾക്ക് ഈ ഒരു സർവൈവൽ സ്കില്ലുണ്ടല്ലോ, അതുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അതുപോലെയാണ് അവൾ ചിരിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു കാര്യം കിട്ടി. അവൾ അതും വെച്ചിട്ട് സന്തോഷിച്ച് അതിന്റെ പേരും പറഞ്ഞ് അങ്ങനെ ചാടി ചാടി വരികയാണ്. ഇത് കാണുന്ന ബ്രാഡിനാണെങ്കിലോ നല്ല ദേഷ്യം. അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവന് കോപ്രോ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ അവൾ പിടിച്ചോണ്ട് വന്നത് വേറൊന്നുമല്ല, ഒരു സ്നെയിലാണ്. അവനാണെങ്കിലോ അവളുടെ ഷൂ ആണെങ്കിൽ അടുത്തിരുന്നിട്ട് അതിൽ നിന്ന് സ്മെല്ലടിക്കുന്നുണ്ട്. അതിൽ നോക്കി എന്തൊക്കെയോ പറയുന്നു. എന്തോ ഇതെല്ലാം അവന്റെ തലവിധി എന്നുള്ള രീതിയിൽ അത് ഇതുപോലൊരു പെണ്ണിന്റെ കൂടെ ഇവിടെ കഴിയണമല്ലോ എന്നും ചിന്തിച്ചുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവൾ കൊണ്ടുവന്ന ആ ഒരു സ്നെയിൽ ഉണ്ടല്ലോ അതിനെ ഇപ്പോൾ വേവിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്,
കഴിച്ചു നോക്കണമെന്നല്ല. അപ്പോൾ ബ്രാഡ് ചോദിക്കും, ഓക്കെ ഇതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ സഹായത്തിന് വേണ്ടിയിട്ട് SOS അയച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവള് പറയും, നമുക്കാദ്യം ഈ ദ്വീപിൽ വേറെ ആരെങ്കിലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതുപോലെ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഹാരം വേണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഹീറോയും വിചാരിക്കുന്നത് ഇവിടെ രക്ഷപ്പെട്ട് വന്നതേ വലിയ കാര്യം, ഇനി ബാക്കി സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ബ്രാഡ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഇല്ല വേണ്ട എഴുന്നേൽക്കണ്ടെന്ന് പറഞ്ഞ് അവന്റെ ദേഹത്തേക്ക് പിടിക്കുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് എന്റെ ദേഹത്ത് തൊടാതെ ഞാൻ ആരാ നീ ആരാന്നുള്ള ചിന്തയുണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഹീറോയിന് എങ്ങനെയുണ്ടാവും? അവൾ അപ്പോഴും തന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോയിക്കോ എന്ന് പറഞ്ഞ് അവളുടെ ഷൂവും കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ അവള് പോകുന്നതും അവളെ നോക്കി കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചിട്ട് അവൻ അവിടെ തന്നെ കിടക്കാണ്. ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. അവള് വെച്ചിട്ട് പോയാ ആ ഓലയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് വെയിലടിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവന് ദാഹിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പറയും, അവൾ എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും തന്നിട്ട് പോയില്ല എന്നല്ലേ ഇപ്പൊ അവളെ പരാതി പറയാണ്. ഇവനെന്തോ ഇപ്പോഴും വലിയ ബോസ് ആണെന്നുള്ള ചിന്തയിലാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ ആ ഒരു ഓല അവിടെ നിന്ന് പറന്നു പോകുന്നതും ഇപ്പൊ ഡയറക്റ്റ് വെയില് അവന്റെ ദേഹത്ത് തന്നെ അടിക്കുന്നുണ്ട്. കാല് വയ്യാത്തതുകൊണ്ട് ആരെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി കിടക്കാനും പോലും കഴിയത്തില്ല. കുറേ കഴിഞ്ഞ് വെള്ളവും കിട്ടാതെ ഒരു ദിവസം അവിടെ കിടക്കുന്നു. അടുത്ത ദിവസം ആവുന്നതും അവൻ ആകെ ക്ഷീണിച്ച് അങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഹീറോയിന് നല്ല മനസ്സായതുകൊണ്ട് അവൾ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമായിട്ടാണ് അവിടേക്ക് വരുന്നത്. കൊണ്ട് കൊടുക്കേണ്ട താമസം അങ്ങനെ വാങ്ങി കുടിക്കാണ്. നല്ല ദാഹം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഹീറോയിൻ പറയും, സാർ ഇത് നിങ്ങളുടെ ഓഫീസല്ല, ഇവിടെ നിങ്ങൾ ബോസോ ഞാൻ ജോലിക്കാരിയോ ഒന്നുമല്ല, അതാദ്യം മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഓക്കെ മനസ്സിലാവുന്നുണ്ട് എന്നെ വിട്ട് പോകരുതെന്നുള്ളൊരു ചിന്ത മാത്രമാണ്. പക്ഷെ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ എന്തായാലും അവൻ അറിയാതെ പറഞ്ഞതായിരിക്കും, അവന് സഹായം ചെയ്യാന്ന് വിചാരിച്ച് ഹീറോയിൻ വീണ്ടും അവിടെ തന്നെ നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകിടക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവനെ കൊണ്ട്. അപ്പോഴാണ് അവള് എന്തോ ഒരു മൂർച്ചയുള്ള കമ്പ് റെഡിയാക്കുന്നു. ഇത് കണ്ട് അവൻ ചോദിക്കും, അല്ല നീ എന്താ ചെയ്യുന്ന ഇത് വെച്ചിട്ട്? അവള് പറയും, കാടിനുള്ളിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടു, ഒരുപക്ഷെ കാട്ടുപന്നിയായിരിക്കണം, അതിനെ വേട്ടയാടാനാണെന്ന് പറയുമ്പോൾ അവൻ പറയും, അല്ല ഈ അക്കൗണ്ടിങ് സെക്ഷനിൽ ഇരിക്കുന്ന നിനക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയും, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്ട്രാറ്റജിയും ആസൂത്രണവും ഇതുണ്ടെങ്കിലേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ വല്ല മൃഗത്തിന്റെ കയ്യിൽ നിന്ന് കടി വാങ്ങി ഇവള് മരിക്കാൻ പോകുന്നതാണ്. പക്ഷെ അവള് വലിയ കാര്യമാക്കാതെ ഇപ്പോൾ റെഡിയായിട്ട് ആ ഒരു കുന്തവുമായിട്ട് അവൾ നേരെ കാടിനുള്ളിലേക്ക് കയറി പോകുന്നു. അങ്ങനെ കാടിനുള്ളിലൂടെ അവൾ നടക്കാൻ തുടങ്ങുമ്പോൾ അത്രയും വലിയൊരു കാടാണ്. ഒരു വീടിന്റെ അത്രയും വലിപ്പമുള്ള വലിയ മരങ്ങളെല്ലാം അതിനകത്തുണ്ട്. അങ്ങനെ അവസാനം നടന്ന് ഒരു പന്നിയുടെ കാൽപ്പാട് കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് പോകുന്തോറും ഇപ്പോഴാണ് അവളുടെ ഉള്ളില് നല്ല രീതിയിൽ ടെൻഷൻ, ഹൃദയം ഇടിക്കുന്നു, വിയർക്കുന്നു. പതിയെ നടന്ന് ഒരു മരത്തിന്റെ ഇപ്പുറത്തേക്ക് വന്ന് നിൽക്കും. അപ്പൊ അതിനുള്ളിൽ എന്തായാലും ആ ഒരു പന്നിയുണ്ട്. അതിനു വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഇതുപോലെ ചാടി അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും. അവൾ അങ്ങ് പേടിച്ചു പോവും. എന്തായാലും അവളുടെ മുന്നിൽ വലിയൊരു തടിയുള്ളത് കൊണ്ട് അതിന് പെട്ടെന്ന് അവളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ആ പന്നിയാണെങ്കിലോ അവളെ ചുറ്റി വന്ന് കടിക്കാന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വരുമ്പോൾ ഹീറോയിനെ അവിടെ കാണാനില്ല. ആ പന്നിക്കാണെങ്കിലോ അത്രയും ദേഷ്യം, അവളെ കടിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ ആ പന്നി അവളെ മണത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് ചാടി ആ പന്നിയുടെ മുകളിലേക്ക് വീണിട്ട് ഒരൊറ്റ കുത്ത്. പക്ഷെ ആ ഒരു കമ്പൊടിഞ്ഞു പോവും. ഈ പന്നി വെറുതെ വിടോ, അതോടി അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും അവൾ ആ ഒരു തകർന്ന കമ്പുണ്ടല്ലോ അതെടുത്ത് മുന്നിലേക്ക് വെക്കുന്നതും ആ പന്നി അതിലേക്ക് കയറി അവിടെ വെച്ച് തന്നെ മരിക്കാണ്. എന്നിട്ട് എന്തോ ഒരു വലിയ കാര്യം സാധിച്ചതുപോലെ അവൾ അലറി വിളിക്കാണ്. ഇതുപോലെയുള്ള കാടിനുള്ളിൽ സർവൈവിന് വേണ്ടി, അതും പ്രധാനമായിട്ട് ഫുഡ് എന്നുള്ളൊരു സംഭവം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്തായാലും ഇത്രയും സന്തോഷം ഉണ്ടാവും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഒരു ഒന്നൊന്നര സീനുണ്ട്. ആ തല കൊണ്ടുവന്ന് ബ്രാഡിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. അവൻ അങ്ങനെ നോക്കുന്നുണ്ട്, ഇതാരുടെ ഇവളെന്ന്. എടാ ഊളെ, എന്നെ കൊണ്ട് പല കാര്യങ്ങളും കഴിയും എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും ആ ഒരു പന്നിയെ കെട്ടി അതിനെ വേവിച്ചാണ് ഇവർ രണ്ടുപേരും കഴിക്കുന്നത്. ഇപ്പൊ അത്രയും വിശപ്പിൽ ഇത് കഴിക്കുമ്പോഴത്തേക്കും 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഒന്നും അല്ലാന്ന് തോന്നും, അത്ര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അന്ന് രാത്രി രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഹീറോയിൻ ആ ഒരു കാടിനുള്ളിലൂടെ ചുറ്റി നടക്കാണ്. അപ്പോഴാണ് വലിയൊരു വെള്ളച്ചാട്ടം അവൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളത്തിന് ഒരു കുറവുണ്ടാകത്തില്ല. അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് വന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ അവളുടെ മുഖം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവളുടെ മുഖം ഒരുപാട് മാറിയിട്ടുണ്ട്, അതും വളരെ സൗന്ദര്യത്തോടെ. ഇത് കാണുമ്പോൾ ഹീറോയിൻ അത്രയും സന്തോഷം. ഇപ്പൊ ഈ ഒരു കാട് വിട്ട് പോകാനായിട്ട് പോലും അവൾക്ക് തോന്നാത്ത രീതിയിൽ അവൾ ആ ഒരു കാടിനെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറേ നേരം കുളിക്കുമ്പോഴത്തേക്കാണ് ദൂരെ നിന്ന് ഒരു ബോട്ടിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്.
ഇതുകൂടി കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് അവിടെ ഓടിപ്പോവാണ്. ഓടിച്ചെന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ബോട്ടിനെ അവൾ വിളിക്കണ്ടെന്ന് വിചാരിക്കും. എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം കൂടി ഇതിനകത്ത് നിൽക്കാം, കാരണം അവൾക്ക് ഈ ഒരു ഓഫീസ് ജീവിതവും ഇതെല്ലാം മടുത്തു. അതുകൊണ്ട് കുറച്ചു കാലം ഈ കാടിനുള്ളിൽ സർവൈവ് ചെയ്ത് ഇതുപോലെ ജീവിക്കാം എന്ന് അവൾ തീരുമാനമെടുക്കും. അങ്ങനെ ആ ഒരു ബോട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അവളെ അനുവദിക്കുകയാണ്. പക്ഷേ നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, ഈ കാര്യം ബ്രാഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൻ എടുത്ത തീരുമാനങ്ങളിൽ വളരെ മോശം തീരുമാനം ഇതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു വെള്ളം ബ്രാഡിന് കുടിക്കാൻ കൊടുക്കുന്നു. വെറുപ്പോടെ ആണെങ്കിൽ അവൻ അത് വാങ്ങി കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, നമ്മൾ ഈ ഒരു ദ്വീപിലകപ്പെട്ടിട്ട് ഇപ്പൊ 7 ദിവസമായല്ലേ, അല്ല ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്വേഷിച്ച് ആരും വന്നില്ലേ? ആ ഫ്ലൈറ്റ് തകർന്ന സ്ഥലം ആളുകൾ കണ്ടുപിടിച്ചെങ്കിൽ ഈ ദ്വീപ് അവർക്ക് കാണാൻ കഴിയത്തില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതിനൊന്നും മറുപടി പറയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാരണം നമുക്കറിയാലോ അവൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹീറോയിൻ പറയും, എന്തിനാ ഇവിടെ നിന്ന് പോണേ? ഇവിടെ നല്ല രസമില്ലേ, നിനക്ക് കൂട്ടിന് ഞാനുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ജോലിയായിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ അവൻ പറയും, ഇനി നിന്നോടൊപ്പം ഇവിടെ ഇരിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ആ ഒരു വടിയെടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പോയിക്കോ, എവിടെ വരെ പോകാനാണ്, എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുമല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഒരിക്കലും ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരത്തില്ല, എനിക്കെന്താ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയത്തില്ലേ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും അങ്ങനെ ഞൊണ്ടി പോവാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ തനിക്കായിട്ട് ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവൻ ശേഖരിച്ച് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആണെങ്കിലോ അവിടെ നല്ല രീതിയിൽ തന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവള് നല്ലതുപോലെ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാഡ് പറയും, എന്നെ കൊണ്ട് എന്താ കഴിയാത്തത്, ഞാനൊരു CEO ആണ്, അവളുടെ ബോസ് എന്നെ കൊണ്ട് കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് ആ വാശിയിലെ അവൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ വെള്ളം പിടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ഫെയിൽ ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിന് വേണ്ടി ഈ വലിയ കമ്പും അതേപോലെ തന്നെ ചെടിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഹെൽപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവള് തന്റെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വരെ കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും അവൾക്ക് കയറി കിടക്കാനായിട്ട് ആ ഒരു ചെറിയ വീടുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിലോ ആ മഴയത്ത് തന്നെ നനഞ്ഞു കിടക്കാണ്. ബ്രാഡ് ആണെങ്കിലും മഴയെല്ലാം നനഞ്ഞിട്ട് അവിടെ തന്നെ കിടന്ന് ഇപ്പോൾ ഹീറോയിനെ നോക്കുമ്പോൾ അവൾ കടലിൽ നിന്ന് മീനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്, അതിനെ ചുട്ട് തിന്നുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഷോ അവളോടൊപ്പം നിന്നാ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ പാവം എത്തി നോക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രാണി ഈ കല്ലിന് മുകളിലൂടെ പോകുന്നത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് വിശപ്പ് കാരണം അതിനെ പിടിച്ച് പച്ചയ്ക്ക് കടിച്ചു തിന്നും. ഭയങ്കരമായിട്ടുള്ള കയ്പാണ്, ഇറക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ കഴിച്ചതിനെ തൂപ്പിക്കളഞ്ഞിട്ട് ഹീറോയിനെ നോക്കുമ്പോൾ അവളാണെങ്കിലോ നല്ല രീതിയിൽ ഈ പഴങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നല്ല ലക്ഷറി ലൈഫ് ഉണ്ടല്ലോ അതുപോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോഴാണ് ബ്രാഡ് ഒരു കാര്യം തീരുമാനിക്കുന്നത്, ഗതി കെട്ടായാലും ഇനി അവളുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ച് പതിയെ നടന്ന് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ആദ്യം മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴേക്കാണ് അവൻ പറയുന്നത്, ഹേ ലിൻഡ നീ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഹീറോയി ചോദിക്കും, ഓക്കെ എന്തു പറ്റി? ഇല്ല നീ നല്ലതുപോലെ ഫുഡെല്ലാം ഉണ്ടായി കഴിക്കുന്നുണ്ടല്ലോ. ആ അതെ ഉണ്ട് കഴിക്കുന്നുണ്ട്. ഓക്കെ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ടീമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സർവൈവ് ആകാൻ കഴിയും എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ അവസാനം പറയും, ഇല്ല വിശക്കുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ അഭിനയിച്ചതാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്നും ഹയർ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴും ജോലി തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നിനക്കെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നത്. ഓക്കെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ ആ ഒരു ആഹാരങ്ങളെല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇനിയെങ്കിലും നല്ലതുപോലെ ഇരിക്കണം. അങ്ങനെ അവൻ ആഹാരം കഴിക്കുന്നതും നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ, ഇതിനൊക്കെ കാണിച്ചു തരാടി എന്നുള്ളതുപോലെയാണ് അവൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത്. ഇനി അങ്ങനെയാണോ ഇല്ലേന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൂ എല്ലാം എടുത്തിട്ട് ബ്രാഡിനെ കൂട്ടി ഈ മലയുടെ മുകളിലേക്ക് പോവാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ദ്വീപ് മുഴുവനായിട്ടും അവനെ ചുറ്റി കാണിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു മലയുടെ മുകളിലേക്ക് ഒരു വിധത്തിൽ അവനെ കൊണ്ട് കയറി വന്നിട്ട് ആ ദ്വീപിന്റെ ഒരു ഭാഗത്ത് എന്താണ് കുറേ ദിവസങ്ങളായിട്ട് ഈ ഭാഗത്ത് ബോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്ന് അവനോട് കള്ളം പറയും. അതേപോലെ ഒരു ചെടിയിലുള്ള എന്തോ ഒരു പഴം എടുത്തിട്ട് ഇത് വിഷമുള്ളതാണോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നറിയോ എന്ന് പറഞ്ഞ ആ ഒരു പഴം എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് അവളുടെ കൈ ചുവന്ന നിറത്തിലാവുമ്പോഴത്തേക്കും അതിലെന്തായാലും വിഷമുണ്ട്, കാരണം അതിന്റെ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. അതേപോലെ ദേ അവിടേക്ക് നോക്ക്, ഒരു എക്സ് പോലെ ഒരു കാര്യം കാണുന്നുണ്ടോ? അത് ഈ ദ്വീപിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടെ വിഷച്ചെടികളും ചെറിയ പഴങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞാലേ നിന്റെ ശരീരം മൊത്തവും ഇതുപോലെ മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ അവൾ നിൽക്കുന്ന ഭാഗം പൊളിഞ്ഞിട്ട് താഴേക്ക് വന്ന് വീഴുന്നു. ഇത് കണ്ട ബ്രാഡ് പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവളെ വലിച്ച് മുകളിലേക്ക് എടുക്കുമ്പോൾ അവന്റെ മുകളിലേക്കാണ് അവൾ വന്ന് വീഴുന്നത്. ഇത് കാരണം രണ്ടുപേരും തമ്മിൽ കുറച്ചുകൂടി അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് താഴേക്ക് വന്നിരുന്ന് എന്നിട്ട് ഈ ഒരു പഴമെല്ലാം വേവിച്ച് കഴിക്കുന്നുണ്ട്. അതേപോലെ അവൾ ഈ പഴം വെച്ചിട്ട് അത് വാറ്റി മദ്യം വരെ ഉണ്ടാക്കി അതുവരെ അവൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രാത്രിയിൽ തീയെല്ലാം കൂട്ടിയിട്ട്
ആ കടൽ തീരത്ത് ഹാപ്പിയായിട്ടിരുന്ന് അവൾ ഉണ്ടാക്കിയ ആ ഒരു മദ്യമെല്ലാം കുടിച്ച് ഓരോ കാര്യങ്ങളും മനസ്സുവിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം പറയുന്നത്. ഓ അങ്ങനെയാണോ, എത്ര കാലമായെന്ന് ചോദിക്കുമ്പോൾ 10 വർഷമായെന്ന് പറയും. അപ്പോൾ ബ്രാഡ് പറയും പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല, അവൻ മരിച്ചുപോയി, അതൊരു കാർ അപകടത്തില്. ഒരുപാട് കുടിക്കുമായിരുന്നു, എപ്പോഴും കുടിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കും. സാധാരണ എത്ര കുടിച്ചാലും അവനെ ഞാൻ ഡ്രൈവ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നതല്ല. പക്ഷെ ഒരു ദിവസം അവൻ എന്നെ നല്ലതുപോലെ അടിച്ചിട്ട് കാറിന്റെ കീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അന്ന് കാർ ഓടിച്ചിട്ട് പോകുമ്പോഴാണ് ആ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പൊ അതിന് കാരണം താനാണ്, താൻ കാരണമാണ് അവൻ മരിച്ചത് എന്നല്ല. ആ ഒരു കുറ്റബോധം കാരണം അവൾ പറയുമ്പോൾ ബ്രാഡ് പറയും ഏയ് അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്, ഒരിക്കലും അങ്ങനെയൊന്നുമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും ഇവര് രണ്ടുപേരും നല്ലതുപോലെ കുടിച്ചിട്ട് ഹീറോയിൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. അവനാണെങ്കിലോ അവിടെ അടുത്ത് നിന്ന് കുളിക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ദ്വീപിലേക്ക് മഴ പെയ്യാൻ തുടങ്ങുന്നത്. അത് സാധാരണ മഴയൊന്നുമല്ല, ഇവരുടെ ആ ഒരു വീടുണ്ടല്ലോ അതുൾപ്പെടെ എടുത്തുകൊണ്ട് പോകുന്ന ശക്തിയിലുള്ള മഴ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇപ്പൊ സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ ഹീറോയിൻ ബ്രാഡിനോട് പറയും ഏയ് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞ് ബ്രാഡിനെയും കൂട്ടി ഈ കാടിനുള്ളിലായിട്ട് തന്നെ വലിയൊരു ഗുഹയുണ്ട്, അതിനുള്ളിലേക്ക് അവനെ കൊണ്ട് പോവാണ്. അങ്ങനെ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതും ഇനിയിപ്പോൾ മഴ മാറുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കാന്നവർ രണ്ടുപേരും തീരുമാനിക്കും. അതുമല്ല നല്ല തണുപ്പായതുകൊണ്ട് ഹീറോയിൻ അവളുടെ ഷർട്ട് ഊരി മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തണുപ്പായതുകൊണ്ട് തന്നെ ചൂട് കിട്ടാൻ വേണ്ടി ഹീറോ പറയും എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്ന് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രാഡിനെ ആ ഗുഹയിൽ കാണാനില്ല. ബ്രാഡിനെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ ഇപ്പോൾ കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു കാര്യം മാറി നിന്ന് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇല്ല, കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരുന്നു. അങ്ങനെ ഹീറോയിൻ ഇപ്പോ അവനോട് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ നമ്മുടെ ടെന്റ് കെട്ടിയിരുന്ന ആ ഒരു സ്ഥലം പോയി കണ്ടിരുന്നു, നമ്മൾ അവിടെയാണ് ഒരു തെറ്റ് ചെയ്തത്. ആ കടൽ കരയിൽ തന്നെ ഒരിക്കലും അതുപോലെ ഒരു ടെന്റ് കെട്ടാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉയരത്തിലേ നമുക്കത് കെട്ടാം, അങ്ങനെയാണെങ്കിൽ കാറ്റും മഴയും പെയ്താലും ഒരു കുഴപ്പമുണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ബ്രാഡ് പറയും നീ ഭയങ്കര ബുദ്ധിശാലിയാണ്, അതെനിക്കറിയാം, ഞാനും നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും കുറച്ച് മുകളിലായിട്ട് തന്നെ അവരുടെ ആ ഒരു വീടുണ്ടല്ലോ അത് കെട്ടാൻ തുടങ്ങാണ്. അതുപോലെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്. ബ്രാഡ് ഇപ്പോൾ അവളോട് ചോദിക്കും അല്ല ഈ ഒരു കത്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് ഈ കരയിൽ കിടന്നു അങ്ങനെ കിട്ടിയതാണ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നതാണെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാഡ് പറയും ശരി ഞാനൊന്ന് കുറച്ച് നടന്നിട്ട് വരാമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും അങ്ങനെയാണെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞ് അവളും കൂടെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറേ ദൂരം നടന്നു വന്ന് ഒരിടത്തിരുന്നിട്ടാണ് ഹാപ്പി ആയിട്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയും നീ എനിക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തു, ഒരുപാട് നന്ദിയുണ്ട്, എപ്പോഴും ഈ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ടാവും, എല്ലാ കാലത്തും ഈ ഒരു നന്ദി ഉണ്ടാവും. പിന്നെ ഇവിടെ പെട്ടത് അതൊരു വലിയ പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് ആൾ വരും, അതുവരെ നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ തന്നെ കഴിയാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് നല്ല ഹാപ്പിയായി. അതുമല്ല ബ്രാഡ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്ന് രാത്രിയത്തുള്ള ഡിന്നർ ഞാനാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്ന് പറയുന്നതും അവൾക്ക് കുറച്ചുകൂടി സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രിയാവുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുമല്ല ഇനിയിപ്പോൾ അവളോടുള്ള ഇഷ്ടം കാരണം കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രാഡ് അവനുണ്ടാക്കിയ ആ ഒരു ഫുഡുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. എന്തായാലും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ നല്ല സന്തോഷത്തോടെ അതെടുത്ത് കഴിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൾക്ക് തല കറങ്ങാൻ തുടങ്ങുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഒരു ടെസ്റ്റ്. ഇത്രയും നേരം നല്ലവനായിട്ട് അഭിനയിച്ച ബ്രാഡ് അവളോട് പറയും ഇപ്പൊ നിനക്ക് മനസ്സിലായോ, ഇത്രയും നാൾ എന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ നീ പിടിച്ചു വെച്ചേക്കല്ലായിരുന്നു, ഇതാണ് നിനക്കുള്ള ശിക്ഷയെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിലോ ഒളിച്ച് എന്തോ ഒരു ബോട്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങാണ്. അവൾ പറയുന്നുണ്ടില്ല പോരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങി. ഒരു തിരമാലയെല്ലാം കഴിഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് എത്തുന്നു. അവിടെ കിടന്ന് മരിക്കടി ഞാൻ രക്ഷപ്പെട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ ആ ഒരു തിരമാലയും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പൊ അടുത്തൊരു വലിയ തിരമാല വരുന്നു. എന്തായാലും അതുകൂടി കഴിഞ്ഞാലേ അവന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. പക്ഷെ ആ ഒരു തിരമാലയിലെ അവന്റെ ബോട്ടിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു കയറുകളെല്ലാം അഴിഞ്ഞ് ആ ഒരു ബോട്ട് കണ്ടല്ലോ അത് തന്നെ നശിക്കുകയാണ്. ഇപ്പൊ ഇത് കാണുന്ന നമുക്ക് അവൻ അങ്ങനെ തന്നെ വേണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കടലിൽ വീണ ബ്രാഡാണെങ്കിലോ വീണ്ടും കരയിലേക്ക് വന്ന് അടിയുമ്പോഴത്തേക്കും ഹീറോയിനാണ് ഇപ്പോഴും വന്ന് അവനെ രക്ഷിക്കുന്നത്. വലിച്ച് കരയിലേക്ക് കയറ്റിയിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ ഛർദ്ദിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ബ്രാഡ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു കുറ്റബോധമുണ്ട് അവളോട് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ പറയും സോറി, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും ശരി അതൊക്കെ വിട്, സാരമില്ല, ഞാനതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയല്ല, നീ എന്നോട് ക്ഷമിച്ചേ മതിയാവൂ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല, നീ എന്നോട് ക്ഷമിച്ചെന്ന് പറയാൻ പറയുമ്പോൾ ഹീറോയും പറയും ഹേയ് ഞാൻ പറഞ്ഞില്ല അതൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ആ ഒരു ബെറീസ് അത് കുറച്ച് അധികമായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയാനെ, പക്ഷെ അത് കുഴപ്പമില്ല,
ദേ ഇത് കഴിക്ക്, നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് കൊടുക്കുമ്പോഴത്തേക്കും എനിക്കിത് കഴിക്കാൻ പോലും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ബ്രാഡിനെ അവന്റെ മുഖം ഒന്നും അനക്കാൻ കഴിയുന്നില്ല. അവൻ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ ശരീരം മുഴുവനും അനക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ എന്ത് സംഭവിച്ചെന്നറിയാതിരിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, നിനക്ക് എന്ത് അഹങ്കാരം ഉണ്ടാവും എന്നോട് അങ്ങനെ കാണിക്കാൻ വേണ്ടി? നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, നീ എന്നെ എത്ര പേർത്തിട്ടും നിന്നെ കൂടെ കൊണ്ട് നടന്ന് നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ നീ എന്നോട് എന്താ ചെയ്തത്? എന്നെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? പക്ഷെ പേടിക്കണ്ട, നീ ചെയ്തതുപോലെ ഞാൻ എന്തായാലും നിന്നെ കൊല്ലാൻ ശ്രമിക്കത്തില്ല. പക്ഷെ നീ ഇപ്പൊ കഴിച്ച ഈ ഒരു നീരാളി ഇത് കഴിച്ചു കഴിഞ്ഞാലേ കുറച്ചു നേരത്തേക്ക് നിന്റെ ശരീരം അനക്കാൻ കഴിയത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കെ, നീ എന്നോട് ചെയ്തതിന് നിനക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ അറിയണ്ടേ? അത് ഞാൻ നിനക്ക് തരാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു കത്തിയുണ്ടല്ലോ അത് ചൂടാക്കുന്നു. ചൂടാക്കിയിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ പാന്റ് അഴിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, ഈ ഈജിപ്ഷ്യൻ നാട്ടിൽ അവർക്ക് കൊടുക്കുന്നൊരു ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് അടിയിലേക്ക് കൊണ്ടുവരുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കണ്ണു മാത്രം അനക്കാൻ കഴിയും. വേണ്ട വേണ്ട എന്നല്ല ഉള്ളിൽ പറയുന്നുണ്ട്, പക്ഷെ കഴിയത്തില്ലല്ലോ. അവസാനം കത്തിയുടെ ഒരു ഒറ്റ കുത്ത് രക്തം തെറിക്കുന്നതും അവൻ അനങ്ങാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു എലിയെ അടിയിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് അവൾ പറയും, ഇത്തവണ മാത്രമേ ഉള്ളൂ എലി, അടുത്ത തവണ ഇത് വേറെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവനൊരു 1.5 വാണിംഗ് ആണ് കൊടുക്കുന്നത്. അതോടെ അവൻ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രാഡ് വീണ്ടും നോർമലുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ ഇത്തവണ അവന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു ടെന്റ് അവൻ റെഡിയാക്കാണ്. അതും നേരത്തെയുള്ള ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ അതുണ്ട്. ഇപ്പോഴാണ് ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, എന്തു പറ്റി? നല്ല ദേഷ്യമാണല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചുകൂടെ? അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ, ഞാൻ എന്തായാലും കുറച്ചു നേരത്തേക്ക് മാറിപ്പോകാൻ പോവാണ്. ഞാൻ എന്തായാലും ഇവിടെ നല്ല മാങ്ങ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് മാങ്ങ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ആ ഒരു മാവുള്ള വശത്തേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്ന് മാങ്ങ ഇങ്ങനെ പറിക്കുകയാണ്. ആ സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ബോട്ട് വരുന്ന ശബ്ദം. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബ്രാഡിന്റെ ഫിയാൻസി ഉണ്ടല്ലോ അവളും അവളോടൊപ്പം വേറൊരുത്തരും ബോട്ടിലൂടേക്ക് വരുന്നു. ഹീറോയിനെ കാണുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സന്തോഷം. ഹീറോയിൻ ആണെങ്കിലോ ഇത് കാണുമ്പോൾ ഇല്ലില്ല, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവൾ പറയുന്നത്. അതിനു മുന്നേ തന്നെ അവര് ബോട്ട് കരയിലേക്ക് കയറ്റിയിട്ട് ഓടി വന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ച്, ഹേയ് അവനിവിടെ ബ്രാഡ് ജീവനോടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് കണ്ട് ഒരു കുഴപ്പമില്ല, അവൻ സേഫ് ആണെന്ന് പറയും. അതുമല്ല ഹീറോയിൻ എന്തായാലും ഇത് ശരിയാവത്തില്ല. അപ്പോൾ ആ ഫിയാൻസെ പറയും, ശരി അവന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി നിങ്ങളെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മറ്റൊരു വഴിയെ, അതും ആ ഒരു മലയുടെ മുകളിലൂടെയാണ് അവർ രണ്ടുപേരെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഹീറോയിന്റെ മനസ്സിലെന്താണ്, ഈ ദ്വീപ് വിട്ട് അവൾക്ക് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അതുമല്ല വീണ്ടും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഹീറോയുടെ സ്വഭാവം എന്തായാലും മാറും എന്നുള്ള കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് ഇവരെ സേഫായിട്ട് അവിടേക്ക് എത്തിക്കരുത്. അതുമല്ല ഇവരെ കൊല്ലാൻ തന്നെ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരിടത്ത് നിന്ന് അവളുടെ ഷൂ ലേസ് അഴിച്ചെന്നും പറഞ്ഞിട്ട് അത് വീണ്ടും എടുത്ത് കെട്ടുകയാണ്. ആ സമയത്തെല്ലാം അവളുടെ ഉള്ളിൽ ഓരോ പ്ലാനിങ് ആണ്. ഇപ്പോൾ ഈ മലയുടെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ തെന്നി വീണല്ലോ, ആ ഒരു ഭാഗത്തൂടെ ആ ഒരു ഫിയാൻസി നടന്നു പോകുന്നതും പെട്ടെന്ന് അവളുടെ കാല് തെറ്റിയിട്ട് അവൾ വീഴാനായിട്ട് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരാൾ വന്നിട്ട് അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റുമ്പോഴത്തേക്കും അവരിപ്പോൾ നമ്മുടെ ഹീറോയിന്റെ സഹായം ചോദിക്കും. അപ്പോൾ ഹീറോയിൻ കണ്ണടച്ചിട്ട് പുറകിലേക്ക് നടന്ന്, ഇല്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ പുറകിലേക്ക് നടക്കുമ്പോൾ ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. സത്യം പറയാലോ ഇത്രയും നേരം നമ്മൾ ഹീറോയിൻ ചെയ്ത എല്ലാ കാര്യവും ശരിയാണെന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷെ ഈ ഒരു കാര്യം ഒരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അങ്ങനെ അതിനുശേഷം ഹീറോയിൻ ഇപ്പോൾ അവിടേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവളുടെ മുഖത്ത് മുഴുവനായിട്ടും ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവനെ കാണിക്കാതെ അവൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു കടൽ കരയിലേക്ക് പോയിരിക്കുന്നു. ബ്രാഡാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവൾക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ഒരിടത്ത് കിടക്കുമ്പോഴത്തേക്കും അവനടുത്തേക്ക് വന്ന്, ഓക്കെ നമുക്ക് പ്രോട്ടീൻ ഫുഡ് റെഡിയാക്കണം, അതിനുവേണ്ടി പന്നിയെ പിടിക്കാൻ വേണ്ടി എന്നോടൊപ്പം നീ വരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലില്ല ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ അത് ബ്രാഡ് ഇപ്പോഴും നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാലേ ബ്രാഡിന്റെ മനസ്സിൽ അവളോട് ഇപ്പോഴും അവന് ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഒട്ടും ഉറക്കം വരുന്നില്ല. അവളാണെങ്കിൽ ടെന്റിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് നടന്നു വരുമ്പോൾ ആ കടലിൽ നിന്നും ബ്രാഡിന്റെ ഫിയാൻസെ അവളെ എഴുന്നേറ്റ് വരുന്നു. അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അങ്ങനെ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നതും ഹീറോയിനോടി അവളുടെ അടുത്തേക്ക് വന്ന് ഇവിടേക്ക് വരരുതെന്ന് പറയുമ്പോൾ അവൾ പറയും, നീ ഒരു കൊലയാളിയാണ്, എല്ലാ സത്യവും ഞാൻ അവനോട് പറയുമെന്ന് പറയുന്നതും ഇല്ല നിനക്കൊരിക്കലും അത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള തീപ്പന്തം എടുത്ത് അവളുടെ തലയിലേക്ക് അടിക്കുമ്പോൾ അവൾ പെട്ടെന്ന് മറിഞ്ഞു പോകുന്നു. എന്ത് സംഭവിച്ചെന്നറിയാതെ അവളിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് പുറകിലൂടെ ഒരു പ്രേതം വന്ന് അവളെ പേടിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ ഹീറോയിൻ കണ്ട സ്വപ്നമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം ഉണ്ടല്ലോ അത് കാരണമാണ് ഹീറോയിൻ ഇങ്ങനെയെല്ലാം തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു പന്നിയെ വേട്ടയാടാൻ വേണ്ടി ആ ഒരു കമ്പ് എടുത്തിട്ട് അങ്ങനെ പോവാണ് കാടിനുള്ളിലൂടെ. ഒരു പന്നി അവൻ കാണുകയും ചെയ്തു. അപ്പൊ അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് കടൽക്കരയിൽ എന്തോ ഒരു കാര്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രാഡാണെങ്കിലും ശബ്ദം ഉണ്ടാക്കാതെ പതിയെ അതിന്റെ പിറകെ പോകുന്നതും
പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ട് ഈ പന്നി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്പൊ ആ ഒരു പന്നി എന്താണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ ഓടി അടുത്തേക്ക് ചെല്ലുമ്പോ ആഹാ വേറൊന്നല്ല, അവന്റെ ഫിയാൻസിയുടെ കൈ ഇരിക്കുന്നു. ആ ഒരു വിരലിലെ മോതിരം കാണുമ്പോൾ തന്നെ അത് അവന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് അലറി വിളിച്ച് കരയാണ്. അതുമല്ല, നമ്മുടെ ഹീറോയിനാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് അവന് നല്ലതുപോലെ അറിയാം. ആ ദേഷ്യത്തിലെ അവൻ അതേപോലെ തന്നെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഇന്ന് അവളെ കൊല്ലാതെ വെറുതെ വിടത്തില്ല, അത്രയും ദേഷ്യം അവന്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിലോ അവള് ചെയ്ത ആ ഒരു കാര്യം കാരണം ആ ഒരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ട്. അത് കാരണം അവള് വിഷമിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ബ്രാഡ് ഓടി അവളുടെ മുന്നിലേക്ക് വന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു ചോദിക്കുമ്പോൾ അവൾ പറയും, അല്ല നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു മോതിരം എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന്റെ ഹൃദയം കിടന്ന് ഇടിക്കുന്നുണ്ട്. അവള് പറയും, അത് അവൾ സ്ലിപ്പായിട്ട് താഴെ വീണതാണ്, നിന്നോട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നീ എന്നോടത് പറഞ്ഞില്ല? എനിക്കറിയാം നീയാണത് ചെയ്തത്, നീ എല്ലാവരെ കൊന്നത്. ഇല്ല, ഞാനല്ല അത് ചെയ്തത്, നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നോട് ആ ഒരു കാര്യം ഞാൻ പറയാനത്. സത്യത്തിൽ ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ, എന്ത് നിന്റെ ഭർത്താവിന് നടന്നതുപോലെയോ എന്ന് പറയുമ്പോൾ ഹീറോയും വിചാരിക്കും ഇവൻ എന്ത് പറഞ്ഞാലും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ആ കത്തി ബ്രാഡിന്റെ കയ്യിലിരിക്കുന്നു. ഇതുകൂടി കാണുന്നതും ഹീറോയിൻ ജീവനും കൊണ്ട് തിരിച്ചോടുകയാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഓടിയിട്ട് നേരെ കാടിനുള്ളിലേക്ക് വരും. ബ്രാഡാണെങ്കിലോ പിറകിൽ തന്നെ ആ ഒരു കത്തിയും കൊണ്ടുവന്ന് ഏയ് നീ എവിടെയാണെന്നും പറഞ്ഞ് അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കാണ്. അവളാണെങ്കിലും ഇപ്പോൾ ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചു നിന്നിട്ട് ബ്രാഡ് ചുറ്റിനും നോക്കുന്ന സമയത്ത് ആ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി അവന്റെ മുകളിലേക്ക് വീണ് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. എന്നിട്ട് രണ്ടുപേരും അവിടെ കിടന്ന് പരസ്പരം കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിലാണെങ്കിലോ ബ്രാഡ് അവളുടെ തലമുടി പിടിച്ചൊരു ഒറ്റയേറ് തലമുടി പിഴുത് കയ്യിൽ വന്നിരിക്കും. ഇതോടെയാവുന്നത് ഹീറോയിന് ദേഷ്യം വന്ന് ഓടി വന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ അവനാണെങ്കിലോ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ഈ ദേഷ്യത്തിൽ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ ഷോൾഡർ കടിച്ച് പറിച്ചെടുക്കാണ്. അതും ഭയങ്കര കൊടൂരായിട്ടുള്ള സീനാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് അവന്റെ കൈ വിരലുണ്ടല്ലോ അതുവരെ കടിച്ചെടുക്കുന്നുണ്ട്. ബ്രാഡാണെങ്കിലോ അവളുടെ കണ്ണിലേക്ക് കൈ വെച്ചിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ ജസ്റ്റ് മിസ് അവൾ ആ ഒരു കൈ തട്ടി മാറ്റി ഒരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി. അവൻ താഴെ വീഴുന്നതും അവൾ എഴുന്നേറ്റ് അവന്റെ വിരലിൽ ആ ഒരു മോതിരമുണ്ടല്ലോ അത് വായിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ഒരു സൈക്കോയെ പോലെ അവനിങ്ങനെ കാണിക്കുകയാണ്. ഇതുകൂടി കാണുന്നത് ബ്രാഡ് എഴുന്നേറ്റ് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഈ കത്തി നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് ആ ഒരു കത്തി എടുത്ത് 2-3 വെട്ട് ഇതുകൂടി ആവുന്നതും ബ്രാഡിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ബ്രാഡ് അവിടെ നിന്ന് ഓടുകയാണ്. ഓടി ഓടി കാടിനുള്ളിലേക്ക് അവൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ആ ഒരു ക്രോസ് സിമ്പിൾ ഉണ്ടല്ലോ ആ വശത്തേക്ക്. അപ്പോൾ ഹീറോയിൻ അവന്റെ പിറകെ വന്നിട്ട് എല്ലാത്തിനും നീ തയ്യാറായിരുന്നോ എന്നുള്ള രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രാഡാണെങ്കിലോ ഓടി ഓടി ആ ഒരു ക്രോസ് സിമ്പിളിന്റെ അടുത്തേക്ക് എത്തി അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യം പറയാലോ ഒരു 1.5 ടെസ്റ്റ്. ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. എന്താന്ന് വെച്ചാല് ആ ക്രോസ് സിമ്പിളുള്ള ആ സ്ഥലത്ത് ഒരു വലിയ ബംഗ്ലാവ് തന്നെയുണ്ട്. ഇത് കണ്ട് ഷോക്കായ ബ്രാഡ് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് ഓടി വരും. എന്നിട്ട് ആ വീടിനടുത്തേക്ക് വന്ന് അല്ല ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിച്ചേ അവൻ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ആരുമില്ല, കാണുന്നില്ല. അങ്ങനെ അവൻ അകത്തേക്ക് കയറുമ്പോൾ ഫ്രൂട്ട്സ്, വെള്ളം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന നല്ല വെള്ളം ഉണ്ടല്ലോ അത് പെട്ടെന്ന് നമ്മുടെ ബ്രാഡ് എടുത്ത് കുടിക്കുന്നതും പെട്ടെന്ന് മൈക്കിലൂടെ ഒരു ശബ്ദം കേൾക്കുന്നു. അത് നമ്മുടെ ഹീറോയിനാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിക്കുന്നതും ഇത് കേട്ട ബ്രാഡ് പെട്ടെന്ന് അവിടെയുള്ള കത്തി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവൾ പറയുന്നത് ഏയ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെയുള്ള എല്ലാ കാര്യവും ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ വിചാരിച്ചതെങ്കിൽ നമുക്ക് ഈ ഐലൻഡിൽ നിന്നും എപ്പോഴേ രക്ഷപ്പെട്ട് പോകാമായിരുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് അന്ന് ഹീറോയിൻ ഒരു ബോട്ട് കാണുമല്ലോ, ആ ബോട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ഫോളോ ചെയ്ത് അവൾ പോയിരുന്നു. അങ്ങനെ ആ ഒരു ബോട്ടിനെ ഫോളോ ചെയ്തിട്ടാണ് അവൾ ഈ ഒരു ബംഗ്ലാവ് കണ്ടുപിടിക്കുന്നത്. ഈ ബംഗ്ലാവിലെ ജോലിക്കാരാണ് ഇവിടെ വന്ന് പോയത്. അതുമല്ല അവർ വന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു പാസ്വേഡ് കാര്യങ്ങൾ ഇതെല്ലാം അവൾ ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ പോയതിനു ശേഷം അതിനകത്തേക്ക് കയറി അവൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ കത്തി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ എടുത്തു. അപ്പൊ ആ ഒരു കത്തി കടൽക്കരയിൽ നിന്നാണ് കിട്ടിയത് എന്ന് അവനോട് കള്ളം പറഞ്ഞതാണ്. നിന്നെ പോലെ ഒരു മണ്ടനല്ലാതെ അതാരെങ്കിലും വിശ്വസിക്കോ? പക്ഷെ നീ വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഇവർ രണ്ടുപേരും മാത്രം ഈ ഐലൻഡിൽ താമസിക്കണം. അതായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ ഒരിക്കലും അങ്ങനെ നടന്നില്ല. അപ്പോഴാണ് നിന്റെ ഗേൾ ഫ്രണ്ട് അവൾ ഇവിടേക്ക് വന്നത്. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫ്ലാഷ് ബാക്കിൽ ആ പെണ്ണ് കുഴിയിലേക്ക് വീണിട്ട് അവളെ സഹായിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പുറയിലേക്ക് വന്ന് ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ തലയിലേക്ക് ഇടിച്ച് അവരെ രണ്ടുപേരും അവളാണ് കൊന്നത്. ഇങ്ങനെ ഒരു സൈക്കോ ആയിട്ട് മാറി ഇവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ബ്രാഡാണെങ്കിലും ഇതെല്ലാം കേട്ട് തന്റെ ദേഷ്യവും എല്ലാം
ഉള്ളിലൊതുക്കി അവളെ അന്വേഷിച്ച് വരികയാണ്. അങ്ങനെ നടന്ന് ഒരു റൂമിനടുത്ത് എത്തുമ്പോൾ എന്തോ ഒരു നിഴല് കാണും. പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു തോക്കുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട ബ്രാഡിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ പേടിച്ചിങ്ങനെ നിൽക്കാണ്. ഇത് കാണുന്ന ഹീറോ എന്താ പറയുന്നറിയോ? പ്ലീസ് എന്നെ വെറുതെ വിട്, എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഒരിക്കലും നിന്റെ വഴിയെ ഞാൻ വരത്തില്ല. എനിക്കറിയാം ഞാൻ ഇതിനു മുന്നേ വളരെ മോശപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ അവളോട് ക്ഷമയെല്ലാം ചോദിച്ചേ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറി. അതുമല്ല ഇത്രയും കാലം ഇവിടെ ജീവിച്ചതിലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഈ വീട് എവിടെയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ താമസിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും അതെ അത് ശരിയാണ്, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിച്ചാൽ മതി. അപ്പോൾ ഹീറോ പറയും അതെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ സുഖമായിട്ട് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാം, നമ്മളെ ആരും ശല്യപ്പെടുത്തത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു സൈക്കോ തരത്തിന്റെ ഉച്ചത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ ഇതെല്ലാം കേട്ട് നല്ല ഹാപ്പിയായിട്ട് ചിരിച്ച് അതെ നമുക്ക് ഇവിടെ തന്നെ കഴിയാന്നെല്ലാം പറഞ്ഞ് അടുത്ത് ഒരു കാളയുടെ തലയുണ്ട്. അതിലെ ഒരു കൊമ്പ് മാത്രം അവിടെ കാണുന്നില്ല. എന്താന്ന് വെച്ചാല് ആ ഒരു കൊമ്പ് എടുത്തു വെച്ചത് നമ്മുടെ ഹീറോ ആണ്. ഇപ്പോൾ കിട്ടിയ അവസരത്തില് അത് വെച്ചിട്ട് ഒരൊറ്റ വെട്ട് അതിൽ അവളുടെ കയ്യിൽ നിന്ന് തോക്ക് താഴെ വീഴും. പെട്ടെന്നാണ് നമ്മുടെ ബ്രാഡ് ആ തോക്കെടുത്ത് എന്താ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു തോക്ക് എടുത്ത് കയ്യിൽ വെക്കുന്നതും അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഗോൾഫ് ബാറ്റ് ഉണ്ട്. പക്ഷെ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ആ തോക്കില് ബുള്ളറ്റ് ഇല്ല. എന്നിട്ട് അങ്ങനെ ആ ഒരു ബാറ്റ് വെച്ച് ഹീറോയുടെ കാലിലേക്ക് ഒരു ഒറ്റയടി താഴെ വീഴുന്നതും അവനെ അടിച്ചിടുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് ഇല്ല എന്നെ ചെയ്യരുത്, എന്നെ വെറുതെ വിടാൻ പറയുന്നുണ്ടെങ്കിലും അവളത് കേൾക്കുന്നില്ല. അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ തലയിലേക്ക് ആ ബാറ്റ് കൊണ്ട് ഒരടിയടിക്കുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തതിനു ശേഷം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഗോൾഫ് കളിക്കുകയാണ്. അവളുടെ ചുറ്റിനാണെങ്കിലോ ഒരുപാട് പേര് നിൽപ്പുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അവളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അത്രയും ഫേമസ് ആയി. എങ്ങനെയാന്ന് വെച്ചാൽ ആ ഐലൻഡിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഹീറോയിൻ മാത്രമായിരുന്നു. അതും ഒരുപാട് നാള് അവിടെ സർവൈവ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് അവൾ അത്രയും ഫേമസ് ആയത്. പക്ഷെ ആ സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. ഇപ്പൊ ആ ഒരു റിപ്പോർട്ടർ വന്നിട്ട് മേഡം നിങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ബോസ്, എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന എൻ്റെ കൊളീഗ്, അവരെല്ലാവരും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഒരു സർവൈവലിൻ്റെ കഥ ഒരു ബുക്കായിട്ട് എഴുതാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഇതുപോലൊരു ദ്വീപിൽ നിങ്ങളെ പെട്ട് കഴിഞ്ഞാലേ എന്തൊക്കെ ചെയ്യാം എന്ന ഒരു ബുക്കിലുണ്ടാവും എന്നെല്ലാം നല്ല രീതിയിൽ ഇന്റർവ്യൂ കൊടുത്ത് അവളുടെ കാറ് കൊടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ മൂവിയിലെ ടെസ്റ്റ് അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.